Pineapple barbecue. Actually ये डैमेज नहीं होएगा तो ये वाला फ्रेम है ना. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ബോൾട്ടൺ അബേയിലാണ്. ബോൾട്ടൺ അബേയിലെ ബാർഡൻ ഫീൽഡ് എന്ന് പറയുന്ന ഇതൊരു കാർ പാർക്കാണ്. ഇവിടെ ഇതുപോലത്തെ ഏകദേശം 4 കാർ പാർക്കുകളുണ്ട്. സോ ഇതിനകത്ത് ബാർഡൻ ഫീൽഡ് എന്ന് പറഞ്ഞ കാർ പാർക്കിൽ മാത്രമാണ് നമുക്ക് ബാർബിക്യൂ അലൗഡ് ഉള്ളത്. ബാക്കിയുള്ള കാർ പാർക്കുകളൊന്നും ബാർബിക്യൂ അലൗഡ് അല്ല. ഇത് ഏകദേശം ലീഡ്സിൽ നിന്ന് ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ഇതൊരു നല്ലൊരു ബാർബിക്യൂ സൈറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഒരു റിവറിനോട് ചേർന്നാണ് ഇതുള്ളത്. അവിടെ എല്ലാവരും സ്കിപ്പിംഗ് സ്റ്റോൺസ് ചെയ്യുക. ഞങ്ങളവിടെ നിന്നപ്പോൾ കുറേ ഡക്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊട്ടും തന്നെ എന്നും ആളുകൾ കാണുന്നുണ്ടായിരിക്കാം. നമ്മളുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഏരിയയാണ്. അവിടെ താഴെ കയാക്കൊക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബാർബിക്യൂൻ്റെ പരിപാടികൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ പാർക്കിംഗ് ടിക്കറ്റിനും ഈക്വലൻ്റായിട്ട് നമുക്കവിടെ ബാർബിക്യൂ സെറ്റ് ചെയ്യാനുള്ള ഓരോ സ്റ്റോൺസ് ഉണ്ട്. ഇപ്പോൾ ഈ കുറ്റികൾ കാണുന്നില്ല, ആ ഒരു കുറ്റികളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓരോ സ്റ്റോൺസ് ഉണ്ടാവും. അതിന് उधर अभी थोड़ा रुकते हैं, काफी होता है भाई. 2 घंटे चल जाएगा. चल जाएगा. 1-1.5 घंटे चलता है. लगेगा तो जलाएंगे तो देखते हैं. स्टोर में होता है ना, उसमें होता है. बोले किसमें ढूंढा? फ्रीजर वाले में ढूंढा. नहीं, वेजिटेबल वाले में देखा, लेकिन वो गलत स्टोर था. वो हो सकता है. आजरा वगैरह में छोटा होता है. इसी का हाफ मिलता है. एक पैकेट में 6 होते हैं. पेन और है कौन? You can use pineapple as a barbecue.
show if you. I'll show you the proper way. Did this shine yellow? Yes, sir. Christmas, move out. Is this a glass? ये जब ठंडा हो जाएगा ठंडा हो जाएगा आप नहीं अभी नहीं रुक जाओ और अभी इसका बैग उधर देखो क्या अभी वो पाइनएप्पल जल जाऊंगा I'm very much taller than you. इस पे ले जाओ ये हो गया कायरा क्रिस्टोबेल कम इसको हाफ कर रही क्रिस्टोबेल कायरा We're here. We're behind Scott. Stick Pepsi, please. Stick Pepsi. Stick. Thanks. ഈ ചിക്കൻ കഴിച്ചില്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നല്ലോ नदी होती है ना तो रिस्क नहीं लेते ना ये लग रहे हैं तो वैसे तो लाइट है रुक सकता है ना आई डोंट नो कि अबे सीधर किधर है ओ लेफ्ट साइड में ऐसे ही पड़ा है खाली डिश नहीं बना ഇപ്പോൾ ഈ പാർക്കിംഗ് ഓൾമോസ്റ്റ് നിറയെ വണ്ടികളായി തുടങ്ങി. എല്ലാവരും പതുക്കെ ഓരോരോ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സോ അവിടെ നമുക്ക് കാണാം കുറേ ആളുകൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, കുറേ ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഞാനും അഭിഷേക് ഭായും കൂടി പയ്യെ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുടെ കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങളും കുറച്ച് നേരം കളിച്ചു. നല്ല ഫണ്ണായിരുന്നു. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഞങ്ങൾക്കായത് 12 പൗണ്ടാണ്. ഇവിടെ ടിക്കറ്റ് വന്നിട്ട് പെർ കാറിനാണ്, സോ പെർ ഹെഡല്ല. സോ നമുക്കിപ്പോൾ ഒരു വണ്ടി ഏത് വണ്ടിയാണല്ലോ ആ വണ്ടിക്ക് അനുസരിച്ചുള്ള ചാർജാണ്. നോർമലി കാറ്, ബൈക്സ്, പിന്നെ വലിയ ബസ്സുകൾക്കും അങ്ങനെയുള്ള വലിയ വണ്ടികൾക്ക് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും മുന്നേ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ 12 പൗണ്ടേ ആവുള്ളൂ. സെയിം ഡേ ആണ് ബുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 15 പൗണ്ട് ആവും. പിന്നെ നമുക്ക് ഞങ്ങളവിടെ ചെന്നപ്പോൾ ചോദിച്ചു നമുക്ക് ഈ ടിക്കറ്റ്സ് വെച്ചിട്ട് ബാക്കിയുള്ള കാർ പാർക്കുകൾ ആക്സസ് ചെയ്യാമെന്ന് ചോദിച്ചു. അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞു തന്നത്. ഞങ്ങൾ ഓൾറെഡി 2 കാർ പാർക്ക് ആക്സസ് ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇവിടെ ടോയ്ലറ്റ്സ് ഉണ്ട്, പിന്നെ വാട്ടർ ഉണ്ട്, അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ നമ്മൾ യൂസ് ചെയ്ത ബാർബിക്യൂവിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് കനലും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കെടുത്തിയിട്ട് നമുക്ക് അതിനകത്ത് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവരത് എക്സ്പ്ലെയിൻ ചെയ്തു തരും കറക്റ്റായിട്ട്. നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു യോർക്ക്ഷയർ ഡേൽസിൻ്റെ ഒരു ഐസ്ക്രീം ട്രെയിലറുണ്ട്. ഒരുപാട് ഫ്ലേവേഴ്സ് ഒന്നുമില്ല, പക്ഷെ നല്ല ഐസ്ക്രീമാണ്. ലൈക്ക് ഞങ്ങൾ
ഇതിന് മുന്നേ ഹോൺസി ബീച്ചിൽ പോയപ്പോൾ ഒരു മിസ്റ്റർ മൂസ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം കണ്ട് കഴിച്ചിരുന്നു. അതുപോലെ തന്നെ നല്ല ബട്ടറി ഫ്ലേവറുള്ളൊരു ഐസ്ക്രീമായിരുന്നു. ഇതിപ്പോൾ ആ റിവറിൻ്റെ തൊട്ട് മേലെ ഒരു പാലം ഉണ്ടായിരുന്നു. നമ്മൾ ആ പാർക്കിങ്ങിലേക്ക് കയറുന്ന പാലത്തിൽ നിന്നുള്ളൊരു ചെറിയ വ്യൂ ആണ്. ഇപ്പോൾ ഓൾറെഡി ആളുകളൊക്കെ ഒരുപാട് വന്നു തുടങ്ങി, അത്യാവശ്യം തിരക്കായി തുടങ്ങി. പിന്നെ ഈ റിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് മോൾ ഭാഗത്ത് ആളുകൾ ഫിഷിങ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ നമ്മൾ ആ റിവറിനോട് ചേർന്ന് തന്നെ നമുക്ക് നടക്കാൻ ഒരുപാട് പാതകളുണ്ട്. സോ ഇവിടെ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഭംഗിയാണ്. ഇതാ റിവറിനെ ഫോളോ ചെയ്ത് തന്നെയാണ് മൊത്തം പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പിള്ളേരോട് കളിക്കുന്നുണ്ട്.